ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമ്മ തനി രുചിയിൽ ഒരു കോളിഫ്ലവറിൻ്റെ റെസിപ്പി ആട്ടോ. ക്രിസ്പി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം കോളിഫ്ലവർ നന്നായി വൃത്തിയാക്കിയ ശേഷം എടുക്കുക. വൃത്തിയായി നോക്കണം കേട്ടോ, പുഴുക്കളെല്ലാം ഉണ്ടാവും, അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു പാത്രത്തിലെടുക്കുക. അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിക്കാനൊന്ന് വെക്കുക. അതിനുശേഷം കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അരിപ്പൊടി, കടലമാവ് എന്നിവ ചേർക്കുക. ഇത് നന്നായിട്ട് അത് കൈകൊണ്ട് തന്നെ കുഴയ്ക്കുക കേട്ടോ. കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം. എന്നിട്ട് വേവിച്ച് വെച്ച കോളിഫ്ലവർ അതിലേക്ക് ചേർക്കുക. അത് നന്നായിട്ട് കുഴച്ചിട്ട് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുമെങ്കിൽ മാത്രമേ നമ്മളെ മാവുണ്ടല്ലോ, അരിപ്പൊടിയും കടലമാവും ഒക്കെ ആയിട്ട് ഇട്ട് നല്ല കോൺഫ്ലവറാണ് എങ്കിൽ പോലും നമ്മൾ കടലപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കത്തില്ല. എല്ലാവരും ഓരോ ഇതിനനുസരിച്ചാണല്ലോ. ഞാൻ ഇപ്പോൾ കയ്യിലുള്ളത് കടലമാവാണ്, അപ്പോൾ അതുകൊണ്ട് കടലമാവ് എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. കോൺഫ്ലവർ ഉപയോഗിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇത് കുഴച്ച് റെസ്റ്റിന് വെക്കുക. അതിനുശേഷം മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെസ്റ്റീജ് എന്ന് പറഞ്ഞ കമ്പനിയിലുള്ള നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിലാട്ടോ ഉപയോഗിക്കുന്നത്. ഒരുപാട് കാലമായി ഞങ്ങളത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയുടെ ഓയിലിൻ്റെ പോലെ അത് അടിയിൽ പിടിക്കത്തുമില്ല, ഒന്നുമില്ല, അങ്ങനെ സ്മെല്ലോ കരിയോ ഒന്നുമില്ല കേട്ടോ റൈസ് ബ്രാൻഡ് ഓയിൽ എടുക്കുകയാണെങ്കിൽ. പിന്നെ കൊളസ്ട്രോൾ നന്നായിട്ട് കുറയും. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാട്ടോ റൈസ് ബ്രാൻഡ് ഓയിൽ. അപ്പോൾ അതിൽ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് വറുത്ത് നല്ല മൂത്തതിന് ശേഷം കോരി മാറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.